നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു വീടിൻ്റെ 2-way വയറിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വീടിൻ്റെ എന്നല്ല, എന്തിൻ്റെ ആയിക്കോട്ടെ 2-way വയറിംഗ്, രണ്ട് സ്വിച്ച് കൊണ്ട് നമ്മൾ ഒരു ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് 2-way വയറിംഗ്. അപ്പോൾ ഈ 2-way വയറിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിതാ രണ്ട് 1MD ബോക്സ് വെച്ചിട്ടുണ്ട്, അതുപോലെ ഇടയിലായിട്ട് ഒരു ജംഗ്ഷൻ വെച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു ഹോൾഡർ എടുത്തിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് ഈ 2-way വയറിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതിൽ ഒന്നാമത്തെ രീതിയാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. ഈ രീതി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആരും ഈ രീതിയിലൂടെ ചെയ്യരുത്, കാരണം ഇത് കുറച്ച് ഡേഞ്ചറാണ്. ചില സമയങ്ങളിൽ സ്വിച്ച് ഓഫ് ആണെങ്കിലും ഓൺ ആണെങ്കിലും ചില സമയങ്ങളിൽ ഈ ഹോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ കൈയിട്ടാൽ ഷോക്ക് അടിക്കും. അപ്പോൾ ഈ ആദ്യത്തെ രീതിയിലൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ രീതി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ വയറ് ലാഭമാണെന്നുള്ളതാണ്. ഇതാരും പ്രൊമോട്ട് ചെയ്ത് ആരും ഒരു വീട്ടിലും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബോക്സിൽ ഞാൻ ഫേസും ന്യൂട്രലും കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫേസിന് ചുവപ്പ് വയറും ന്യൂട്രലിന് കറുപ്പ് വയറും. ഇപ്പുറത്തെ ബോക്സിലും അതേപോലെ തന്നെ ഒരു ഫേസും ഒരു ന്യൂട്രലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വയർ അവിടെ കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഹോൾഡർ എടുത്തിട്ട് ഹോൾഡറിൻ്റെ ഒരു വയർ ഈ ബോക്സിലേക്കും അടുത്ത വയർ അടുത്ത ബോക്സിലേക്കും കൊണ്ടുപോകാം. അപ്പോൾ ഈ ഹോൾഡറിൻ്റെ ഒരു വയർ ഈ 2-way സ്വിച്ചിൻ്റെ നടുകിലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ഇതേപോലെ തന്നെ അടുത്ത ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്യുക. ഈ വയറുകൾ കണക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നായിട്ട് കണക്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഹോൾഡറിൻ്റെ ഒരു വയർ ഈ സ്വിച്ചിൻ്റെ നടുകിലും ഒരു വയർ ഈ സ്വിച്ചിൻ്റെ നടുകിലും നമ്മൾ കണക്ട് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഫേസാണ്. അപ്പോൾ സ്വിച്ചിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഇവിടെ അടിഭാഗത്താണ് നമ്മൾ ഫേസ് കണക്ട് ചെയ്യുന്നത്. മുകളിലായിട്ട് നമ്മൾ ന്യൂട്രൽ വയർ കണക്ട് ചെയ്യാം. ഓക്കെ, മുകളിലായിട്ട് ന്യൂട്രലും അടിയിൽ ഫേസും കണക്ട് ചെയ്തു. മനസ്സിലായല്ലോ. അടുത്തായിട്ട് നമുക്ക് ഈ സ്വിച്ച് ബോർഡ് എടുക്കാം. ഇവിടെ നമ്മൾ അടിയിലാണ് ഫേസ് കൊടുത്തത്. അപ്പോൾ ആ ഫേസിന് നമ്മൾ ഇവിടെ മുകളിൽ വരുമ്പോഴാണ് ഫേസിന് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അടിയിൽ ന്യൂട്രൽ കണക്ട് ചെയ്യാം. ഓക്കെ, അത്രേ വയർ കണക്ട് ചെയ്യാനുള്ളൂ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് സ്ക്രൂ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഓൺ ചെയ്ത് കാണിക്കാം. സ്വിച്ച് ബോർഡിനൊക്കെ ഓരോ സ്ക്രൂ മാത്രമേ തൽക്കാലം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ രീതിയിൽ ചെയ്യുമ്പോൾ സ്വിച്ചിൻ്റെ മുകളിലും താഴെയും നമ്മൾ ഫേസും ന്യൂട്രലാണ് കണക്ട് ചെയ്യണത്. പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്, ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് എങ്ങാനും കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഫേസും ന്യൂട്രലും ഷോർട്ട് ആവൂലേ എന്നുള്ളത്. ഒരിക്കലും 2-way സ്വിച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള രണ്ട് ലെഗുകൾ തമ്മിൽ ഒരിക്കലും കൂട്ടി മുട്ടൂല. കംപ്ലൈൻറ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഇത് ജസ്റ്റ് ഒരു അറിവായിട്ട് മാത്രം മനസ്സിലാക്കി വെക്കുക. ആരും ഈ രീതിയിൽ ചെയ്ത് നോക്കിയത്. അതിനുശേഷം നമ്മളൊരു ബൾബ് ഈ ഹോൾഡറിൽ ഫിറ്റ് ചെയ്യാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ രീതി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സ്വിച്ച് ബോർഡും ഹോൾഡറും ഒക്കെ ഞാൻ അയച്ച് വേർപെടുത്തിയിട്ടുണ്ട്. ഈ വയറുകൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ഫേസും ന്യൂട്രലും ഒക്കെ രണ്ട് സ്വിച്ച് ബോർഡിലും ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് വേണം, ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് അടുത്ത സ്വിച്ച് ബോർഡിലേക്ക് നമ്മൾ ഇതുണ്ടോ രണ്ട് വയറുകൾ അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ കളറിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ഇട്ട് കൊടുക്കണം ഓരോന്നിലും. ഓക്കെ, അപ്പോൾ ഞാൻ ആക്സോ ബ്ലേഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ബോർഡിൽ നിന്ന് അടുത്ത ബോർഡിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോൾഡറിൽ നിന്നുള്ള വയർ നമ്മൾ ഏതെങ്കിലും ഒരു സ്വിച്ച് ബോർഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ വയറുകൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് തുടങ്ങാം.
കണ്ടോ ഈ മാർക്ക് ഇട്ടിട്ടുള്ള വയർ നമ്മൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലുള്ള ലെഗിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, മാർക്ക് ഇടാത്ത വയർ നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ അടിയിലും കണക്ട് ചെയ്യാം. സ്വിച്ച് ബോർഡിൻ്റെ നടുകിലായിട്ട് നമ്മൾ ഫേസ് കണക്ട് ചെയ്യാം കേട്ടോ. ഫേസ് വയറാണ് ഈ കാണുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത സ്വിച്ച് ബോർഡിലേക്ക് നീങ്ങാം. ഇവിടെ നമ്മൾ ഹോൾഡറിൽ നിന്ന് 2 വയറുണ്ട്. ഇതിൽ ഒന്ന് ന്യൂട്രലാണ്, ഒന്ന് ലീഡായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രൽ വയറിനെ നമ്മൾ ന്യൂട്രലിൻ്റെ ഈ ലൈനിൽ നിന്ന് വരുന്ന ന്യൂട്രലിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫേസ് വയറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫേസ് ഇവിടെ ആവശ്യമില്ല, നമ്മൾ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫേസ് കൊടുക്കേണ്ട ആവശ്യമില്ല 2-way സ്വിച്ചിൽ. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ന്യൂട്രൽ കണക്ട് ചെയ്തു. അടുത്തതായിട്ട് ഇതിൻ്റെ ലീഡാണ്, ഈ ഹോൾഡറിൻ്റെ ലീഡ്, അത് നമ്മൾ ഈ സ്വിച്ചിൻ്റെ നടുകിലായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ മനസ്സിലായല്ലോ, അപ്പുറത്ത് നമ്മൾ സ്വിച്ചിൻ്റെ നടുകിലായിട്ട് ഫേസ് ആണ് കണക്ട് ചെയ്തത്, ഇവിടെ ഒരു ലീഡാണ് കണക്ട് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ മാർക്കിംഗ് ഇട്ടിട്ടുള്ള വയർ അവിടെ നമ്മൾ അടിയിലാണ് കണക്ട് ചെയ്തത്, അപ്പോൾ ഇവിടെ നമ്മൾ മേലെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത 2-way വയറാണ്. അടുത്ത ആ സ്വിച്ച് ബോർഡിൽ നിന്ന് ഇങ്ങോട്ടിട്ട 2-wayൻ്റെ വയറാണ് കേട്ടത്. ഇവിടെ നമ്മൾ അടിയിലും കണക്ട് ചെയ്തു. അത്രേ ഇവിടെ കണക്ഷനുള്ളൂ. സംഭവം സിമ്പിളാണ്. അതായത് 2 വയർ എടുത്തിട്ട് ഈ സ്വിച്ചിൻ്റെ ഇവിടെയും കണക്ട് ചെയ്തു, അതേ 2 വയർ തന്നെ അടുത്ത ബോർഡിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയും കണക്ട് ചെയ്തു. ഹോൾഡറിൽ നിന്നുള്ള ഒരു വയർ നമ്മൾ ലീഡ് വയറെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നടുകിലായിട്ട് കണക്ട് ചെയ്തു, അവിടെ നടുകിൽ ഫേസ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇൻസ്റ്റലേഷൻ ടാപ്പ് ചുറ്റി ഇത് ഈ ബോർഡൊന്ന് മൂടിയതിന് ശേഷം ഞാൻ ഓൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹോൾഡറിൽ ബൾബ് ഇട്ട് വയർ കണക്ട് ചെയ്തിട്ട് ഓൺ ആക്കി നോക്കാം. അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട് വയർ ഞാൻ. ഇപ്പോൾ കണ്ടോ, ഓക്കെ. ഓക്കെ, അപ്പോൾ ഒരു 2-wayൻ്റെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഒരു 2-wayയുടെ വയർ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാണ്. അപ്പോൾ അവസാനം ചെയ്തിട്ടുള്ള ഈ ഒരു രീതിയിൽ 2-wayയുടെ കാര്യങ്ങൾ ചെയ്യുക. വയർ ലാഭം നോക്കിയിട്ട് കാര്യമില്ല, ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത എന്ത് വീഡിയോ ചെയ്യണം എന്നതിനെ പറ്റി എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഗുഡ് ബൈ.